ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. റിയലായിട്ടുള്ള AI കടന്നവരോടുകൂടി നമ്മുടെ കോഡിങ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള, എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറവുകൾ. അതായത് എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ AI വന്നതിന് ശേഷം നമ്മൾ ചാറ്റ് GPT 2022 അങ്ങനെയാണല്ലോ ഫേമസ് ആയത് ചാറ്റ് GPT. അപ്പോൾ ഈ ചാറ്റ് GPT വന്നതിന് ശേഷം നമ്മൾ എത്രത്തോളം AI ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ അത് വന്നതുകൊണ്ട് എന്തൊക്കെ നമ്മളെ ഈ ഒരു കോഡിങ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മൾ എത്രത്തോളം പിന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു 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 ഇതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റ് GPT വന്നു, ഡീപ് സീക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് ക്ലൗഡ് വന്നു, അത് പല രീതിക്കുള്ള മോഡൽസും വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു സംഭവം ചെയ്യാനൊരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കോഡ് അല്ലെങ്കിൽ പൈത്തണിൽ ഈ ഒരു സംഭവം ഇന്ന സംഭവം ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പോയിട്ട് നമ്മൾ ചാറ്റ് GPTയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോപ്പൈലറ്റ് വന്നിട്ടുണ്ട്. കോപ്പൈലറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ കംപ്ലീഷൻ ടാബ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ മൈൻഡ് സ്റ്റക്കാണ് ശരിക്കും. കാരണം ഒന്നും നമ്മൾ തല വർക്ക് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കറിയില്ല, അതിൻ്റെ സിന്താക്സ് അറിയില്ല. പണ്ടൊക്കെ നമ്മളൊരു റിവേഴ്സ് ഓഫ് സ്ട്രിങ് ചെയ്യാൻ നമുക്ക് ആ സിന്താക്സ് അറിയായിരുന്നു. പൈത്തണിൽ സ്ട്രിങ് ഡോട്ട് റിവേഴ്സ് എന്ന മെത്തേഡ് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചിന്തിക്കുക സ്ട്രിങ് ഡോട്ട് റിവേഴ്സ് ഓഫ് മെത്തേഡാണോ, റിവേഴ്സ് ഓഫ് സ്ട്രിങ് ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കലാണോ, അതോ ഇനി ഇത് ഫോർ ലൂപ്പ് ചെയ്യണോ, ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മൾ ടൈപ്പ് ചെയ്യാണ് സ്ട്രിങ് വേരിയബിൾ ഡോട്ട് റിവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി ഇത് റിവേഴ്സ് എന്നുള്ള മെത്തേഡ് ഡയറക്റ്റ് വിളിച്ചിട്ട് അതിനുള്ളിൽ വേരിയബിൾ കൊടുക്കണം. ഇങ്ങനത്തെ സിന്താക്സ് ഒന്നും നമുക്കിപ്പോൾ അറിയില്ല സത്യം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പൈത്തൺ മാത്രം ചെയ്യുന്ന ആൾക്ക് പൈത്തണിൻ്റെ സിന്താക്സ് മാത്രം ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയാം, ഞാൻ ഗോല് ചെയ്യുന്നുണ്ട്. പൈത്തണാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നോഡ് JS അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിന്താക്സ് ആണുള്ളത്. അപ്പോൾ പൈത്തണിൻ്റെ സിന്താക്സ് പോയിട്ട് ഗോയിൽ പോയിട്ട് എഴുതും, ഗോൻ്റെ ഫംഗ്ഷൻ പൈത്തണിൽ വിളിക്കും. ആ രീതിക്കൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്ത് സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് നേരെ ചാറ്റ് GPTയിലാണ് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലൗഡിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ GitHub Copilot ഉണ്ട്, നമ്മളെ VS Code എക്സ്റ്റൻഷൻ ആയിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി വരികയാണ്, ടാബ് അടിച്ച് വിടുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ സിന്താക്സ് ഒന്നും ഇല്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നം എവിടെയാണ് അറിയോ? ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡ് എഴുതിപ്പിക്കുകയാണ്. അപ്പോൾ എഴുതിക്കുമ്പോൾ തലയിൽ എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫിബനോക്കി സീരീസിൻ്റെ കോഡ് പണ്ട് കോളേജ് പഠിച്ചൊരു സാധനം ഇപ്പോൾ എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് ഈ AI യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഇൻ്റർവ്യൂ സ്റ്റിൽ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇൻ്റർവ്യൂസ് ഒക്കെ AI അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ AI ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ കോഡിങ് ഏജൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന രീതിക്കൊന്നും എല്ലാ കമ്പനീസൊന്നും ആയിട്ടില്ല. അവരിപ്പോഴും ഓട്ടോ കംപ്ലീഷനും ഈവൻ VS കോഡിൽ ടൈപ്പ് ചെയ്യുന്നത് പോലും മാറ്റിയിട്ട് ചാറ്റിൽ പോയിട്ട് നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി. നീ ആ കോഡ് ടൈപ്പ് ചെയ്താ ആ സിന്താക്സ് എങ്ങനെ എഴുതുന്നത് അറിയാനാണ്. പക്ഷെ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. നമ്മൾ കമൻറ്റ് സ്യൂഡോ കോഡ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഡഫ് പൈത്തൺ അല്ലെങ്കിൽ ഡഫ് റിവേഴ്സ് ഓഫ് സ്ട്രിങ് ഡഫ് ഗെറ്റ് ഫിബനോക്കി ക്രിയേറ്റ് ഫിബനോക്കി സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടണ്ടേ. അതിൻ്റെ റിട്ടേൺ, അതിൻ്റെ പാരാമീറ്റർ പാസ് ചെയ്യുന്ന രീതി, പൈഡാൻറ്റിക് മെത്തേഡിൽ പാരാമീറ്റർ പാസ് ചെയ്യണം. പറ്റുന്നുണ്ടോ? ഇല്ല. ഏതൊന്ന് ഇമ്പോർട്ട് ചെയ്യണം? ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, പൈഡാൻറ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കോഡ് ചെയ്താൽ പറഞ്ഞാൽ ഈ അബ്സ്ട്രാക്ട് ക്ലാസ് ABC എന്നുള്ള മൊഡ്യൂളിൽ നിന്നാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഫ്രം ഇത് ഇമ്പോർട്ട് എന്ന് കൊടുക്കണ്ടേ. അപ്പോൾ ഏതൊന്ന് ഇമ്പോർട്ട് ചെയ്യണം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം നമുക്കറിയില്ല. നമ്മൾ ഈ സാധനം ചാറ്റ് GPT ചോദിക്കത്ത് അതിന്ന് നേരെ ഇമ്പോർട്ടും പേസ്റ്റ് ചെയ്യുന്നു, കോഡും പേസ്റ്റ് ചെയ്യുന്നു. ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അവരോട് ചോദിക്കുമ്പം അവർ അടിപൊളിയായിട്ട് കൺസെപ്റ്റൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു സാധനം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് AI വേണം, അല്ലെങ്കിൽ ഓട്ടോ കംപ്ലീഷൻ ഓൺ ആക്കണം, അല്ലെങ്കിൽ ചാറ്റ് GPT AI യൂസ് ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കല്ല, അവർ. ഇത് ഇങ്ങനെ ടെക്നിക്കൽ ഡെപ്റ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രശ്നം. നമ്മൾ ചാറ്റ് GPT പോട്ടെ, ഈ കോഡിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓഗ്മെൻറ്റ് കോഡ് അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി, ഇതൊക്കെ വെച്ച് നമുക്ക് ചുമ്മാ എനിക്ക്
ഇന്ന സാധനം വേണം, എനിക്ക് Next.js വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് അടിച്ചു തരണം, അല്ലെങ്കിൽ എനിക്കൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ അവർ ചെയ്തു തരും. പക്ഷേ അപ്പോൾ നമ്മൾ ഈ CV-യിൽ ഈ പ്രൊജക്റ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ചോദ്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട് ഒരു കോഡ് നമ്മൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ചിലർ പറയും ഇതൊന്നും വേണ്ട, അതൊക്കെ എന്തിനാണ്, ടെക്നോളജി വളർന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. എന്ത് വളർന്നു? നമുക്കൊന്നും അറിയില്ല. ഒരു ടെക്നിക്കൽ രീതിക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 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 സംഭവം ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ ഒരു ഒരു ഡിപ്ലോയ് ചെയ്യുന്ന രീതി നമുക്കറിയില്ല. ഇതൊക്കെ എന്താ പറയുക, ഒന്നും അറിയില്ല. പ്രൊഡക്ഷനിൽ സെർവറിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ AI ഏജൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കോഡിങ് ഏജൻറ്റൊക്കെ വെച്ചിട്ട് കോഡക്സ്, ആൻറ്റിഗ്രാവിറ്റി, ക്ലോഡ് കോഡ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്തുമ്പോഴുള്ള പ്രശ്നമാണ്. ഇതൊന്നും നമുക്കറിയില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ കോഡ് ചെയ്ത് പോകാൻ കഴിയും. ഫാസ്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്താൽ പറ്റും. പക്ഷേ ഈ ഡോക്യുമെൻറ്റേഷൻ നോക്കുന്നുണ്ടില്ല. എത്രത്തോളം നമുക്ക് എന്താ പറയുക, ഒരു മനുഷ്യന് സാധാരണ ഡെവലപ്പർ എഴുതുന്നതിനാട്ടിയും കൂടുതൽ നമുക്ക് ഈ AI ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷേ നമുക്കിതൊന്നും അറിയില്ല. ഞാൻ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗോല് അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ പൈത്തണിൽ ജാങ്കോയിൽ എന്താ പറയുക വലിയ സംഭവമാണ്. എന്നാലോ ഒരു ഫിബൊനാച്ചി സീരീസ് ഒന്നും ഇരിക്കെ AIയോ ഗൂഗിളിലോ സിന്റാക്സോ ഒന്നും നോക്കാതെ ഒരു ഫിബൊനാച്ചി സീരീസിൻ്റെ കോഡ് എഴുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യും. നിങ്ങൾ എന്താ പറയുക, ഇത് കാണുന്ന ആൾക്കാർ എനിക്കിത് അറിയോ, അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ഓഫ് സ്ട്രിങ് എന്താ പറയുക ഫോർ ലൂപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് AI ഉപയോഗിക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ AI ഉപയോഗിക്കുന്നതിന് കൂടെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ സാധാരണ പണിയെടുക്കുക, കൂലിപ്പണി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ഇത്ര അസുഖങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് എന്താ, നമുക്ക് ശരീരം അനങ്ങാതെ പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളും നമ്മുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ നമ്മുടെ ബ്രെയിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് AI ഉപയോഗിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ ഈ ലീഡ് കോഡൊക്കെ എന്താ പറയുക, അത് അത്രക്കൊന്നും വേണ്ട. ലീഡ് കോഡ് നമ്മൾ ട്രൈ ചെയ്യണം ഞാൻ പറയുന്നില്ല, അതത്ര അഡ്വാൻസ് ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ അത്രയൊന്നും വേണ്ട. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കോഡ് നമ്മൾ ഓട്ടോ കംപ്ലീഷനോ അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് എഡിറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ Geditോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ ഒക്കെ ഓരോ ദിവസവും കുറേശ്ശെ ടൈപ്പ് ചെയ്ത് നോക്കണം വേണം. നിങ്ങളൊന്ന് ചിന്തി, നിങ്ങൾ റിയലായിട്ട് നിങ്ങളൊരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കാര്യം എന്താ പറയുക, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ മനസ്സിൽ? അതായത് നമ്മളെ കീബോർഡ്, നമ്മൾ മൗസ്, നമ്മളെ തല വെച്ചിട്ട് മോണിറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? AI ഇല്ലാതെ, ഓട്ടോ കംപ്ലീഷൻ ഇല്ലാതെ? അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റും. AI ഉപയോഗിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. AI ഉപയോഗിക്കണം. പക്ഷേ ബ്രെയിന് നമ്മൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമ്മൾ തല വെച്ച് വർക്കൗട്ട് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് പിടുത്തം വിടും. അതുകൊണ്ടാണ് ഈ AF വരുന്നത്. നമുക്കൊന്നും ഈ AI വന്നുകൊണ്ട് AI ഉപയോഗിക്കാതിരുന്നിട്ട് AF അങ്ങനെ AI ഉണ്ടായിട്ട് നമുക്കൊന്നും അറിയില്ല. അവിടെയും പ്രശ്നമാണ്. അവിടെ നിങ്ങൾ പണി നമ്മൾ സെക്യൂർ ആവില്ല. ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പാർട്ടും അടുത്ത വീഡിയോ നോക്കാം ഇതേപോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ശരി.